തൃണമൂൽ കോൺഗ്രസിനെ സംസ്ഥാനത്തെ 6ാമത്തെ പാർട്ടിയായി അംഗീകരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പുല്ലും പൂവുമാണ് ചിഹ്നമായി അനുവദിച്ചത്. ദേശീയ നേതൃത്വം തന്നെ നേരിട്ട് വന്ന് ഇലക്ഷൻ കമ്മീഷനിലെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും പാർട്ടിയുടെ കേരളത്തിലെ 6ാമത്തെ സ്റ്റേറ്റ് പാർട്ടിയായി കേരളത്തിൽ രജിസ്ട്രേഷൻ ലഭിക്കുകയും പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ പുല്ലും പൂവും ചിഹ്നമായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വരുന്ന ത്രിതല പഞ്ചായത്തിൽ ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ അൻവറിന്റെ പാർട്ടിക്ക് ചിഹ്നമായിരിക്കുന്നു, 6ാമത്തെ പാർട്ടിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ അത്തരത്തിൽ നിലമ്പൂരിൽ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പി.വി. അൻവർ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പാർട്ടി സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ചിഹ്നം അനുവദിക്കാതിരിക്കുകയും അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് പിന്നീട് തൃണമൂൽ കോൺഗ്രസിലെ ദേശീയ നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ട് അതിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ അതിന് അനുമതി നൽകിയിരിക്കുന്നത്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ പി.വി. അൻവർ അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത്. പൂവും പുല്ലും ചിഹ്നത്തിൽ പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള നേട്ടമായി പി.വി. അൻവർ പറയുന്നത്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കവും തൃണമൂൽ കോൺഗ്രസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ കേരളത്തിലെ 6ാമത്തെ സംസ്ഥാന പാർട്ടിയായി തങ്ങൾക്ക് രജിസ്ട്രേഷൻ ലഭിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ പി.വി. അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. തൃണമൂലിന്റെ ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള പൂവും പുല്ലും ചിഹ്നമാണ് അവർക്ക് ഇനി സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുക. സ്മൃതി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.